അനുജന്റെ പ്രാണൻ, ജ്യേഷ്ഠന്റെ വധു. രചന മാൽശ്രീ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി ഊഞ്ഞേരി. കല്യാണപ്പന്തൽ അതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു നിശബ്ദതയിലേക്ക് വഴിമാറിയിരുന്നു. തിരക്കേറിയ നഗരത്തിലെ ഒരു ആഡംബര കല്യാണം. കുറച്ചു മുമ്പ് വരെ ഉയർന്നുകേട്ട ചെണ്ടമേളത്തിന്റെ നാദം പെട്ടെന്ന് നിലച്ചു. വാഴയിലകളിൽ വിളമ്പിയ സദ്യ കഴിക്കാൻ ആളില്ലാതെ ആറിത്തണുത്തു തുടങ്ങി. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മർമ്മരങ്ങൾ പന്തലിന്റെ കോണുകളിൽ നിന്ന് ഉയർന്നു കേൾക്കാം. വധുവായി ഒരുങ്ങിയിരുന്ന മയൂരി മാധവന്റെ കണ്ണുകളിൽ അപ്പോഴും അവിശ്വാസമായിരുന്നു. മൈലാഞ്ചി പടർന്ന അവളുടെ കൈകൾ വിറച്ചുകൊണ്ടിരുന്നു. ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട മയൂരി ടീച്ചറായിരുന്നു അവൾ. ക്ലാസ് മുറികളിൽ എപ്പോഴും പുഞ്ചിരിയോടെ മാത്രം കണ്ടിട്ടുള്ള ടീച്ചറുടെ കണ്ണ് ഇന്ന് ആദ്യമായി നിറഞ്ഞൊഴുകുകയാണ്. സമയം രാവിലെ 10:45 കഴിഞ്ഞു. ശുഭമുഹൂർത്തം 11 മണിക്ക് അവസാനിക്കും. എന്നാൽ വരനും കൂട്ടി ഇതുവരെ ആ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടില്ല. രാഹുലിന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ മാഷേ. ഞാൻ രാവിലെയും വിളിച്ചതാ. കല്യാണ ബ്രോക്കർ ഭയത്തോടെ വിറച്ചുകൊണ്ട് പറഞ്ഞു. മയൂരിയുടെ അച്ഛനും അമ്മയും പരസ്പരം മുഖാമുഖം നോക്കി. അവരുടെ കണ്ണുകളിൽ അന്താളിപ്പും ഭയവുമായിരുന്നു. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ, നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ എങ്ങനെ നിൽക്കുമെന്നറിയാതെ അവർ തകർന്നു. മാധവൻ മാഷിന്റെ തല താഴ്ന്നുപോയി. വിറക്കുന്ന നെഞ്ചോടെ അദ്ദേഹം ഈ കല്യാണം ഉറപ്പിച്ച ദിവസങ്ങളെക്കുറിച്ച് ഓർത്തു. 5 മാസം മുമ്പുള്ള ഒരു ഞായറാഴ്ചയായിരുന്നു അത്. മയൂരിയെ പെണ്ണ് കാണാൻ രാഹുൽ അവന്റെ വീട്ടുകാരും മാധവ മാഷിന്റെ കൊച്ചു വീട്ടിലേക്ക് വന്ന ദിവസം. യഥാർത്ഥത്തിൽ പുറത്തെവിടെയോ വെച്ച് രാഹുൽ മയൂരിയെ കണ്ട് ഇഷ്ടമായതുകൊണ്ടാണ് മാഷിനെ കാണാൻ രാഹുൽ വരുന്നത്. അന്ന് രാഹുലിന്റെ മുഖത്ത് കണ്ട ആ കപടമായ വിനയവും മാന്യതയുമാണ് തന്നെ ഈ ചതിക്കുഴിയിൽ വീഴ്ത്തിയെന്ന് മാഷ് ഓർമ്മിച്ചു. വെളുത്ത കൂർത്തയും മുണ്ടും വേഷം ധരിച്ച ചെറുപ്പക്കാരൻ അതായിരുന്നു രാഹുൽ. പ്രശാന്തമായ ചിരിയോടെയാണ് അവനന്ന് ഉമ്മറത്തേക്ക് കയറി വന്നത്. ചായക്കപ്പുമായി മുന്നിലേക്ക് വന്ന മയൂരി അവൻ നോക്കിയത് വലിയൊരു ബഹുമാനത്തോടെയായിരുന്നു. മാധവൻ മാഷിന്റെ കാല് തൊട്ട് വന്നിച്ചുകൊണ്ട് അന്ന് രാഹുൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. മാഷേ, എനിക്ക് മയൂരി ഒരുപാട് ഇഷ്ടമാണ്. അവൾ എനിക്ക് തരണം. വേറെ ഒന്നും എനിക്ക് വേണ്ട മാഷേ. പുറത്തു വെച്ചിട്ടുണ്ട് അത്രയ്ക്ക് ഇഷ്ടമായിട്ടാ ഞാൻ ഈ ആലോചനയായിട്ട് വന്ന്. രാഹുലിന്റെ ആ നല്ല സ്വഭാവം, കുടുംബ മഹിമയും പെരുമാറ്റവും കണ്ടാണ് ഒടുവിൽ മാഷും കുടുംബവും ഈ ബന്ധം ഉറപ്പിച്ചത്. എന്നാൽ എല്ലാവരും സന്തോഷിക്കുമ്പോഴും മയൂരിയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. പെണ്ണുകാണൽ ചടങ്ങിന് ശേഷം രാഹുലുമായി സംസാരിച്ചപ്പോഴൊന്നും മയൂരിക്ക് അവനോടൊരു അടുപ്പം തോന്നിയിരുന്നില്ല. രാഹുലിന്റെ അമിതമായ വിനയത്തിലും പെരുമാറ്റത്തിലും എന്തൊക്കെയോ കള്ളത്തരങ്ങളോ വരെ തോന്നിയ മയൂരി പലതവണ അച്ഛനോട് ഇത് ശരിയാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അച്ഛനെന്നൊരു തെറ്റുപറ്റിപ്പോയി മോളെ. മയൂരി അച്ഛന്റെ വാക്കുകൾ തെറ്റിക്കുന്നൊരു മകളായിരുന്നില്ല. തന്റെ അച്ഛൻ തനിക്കായി തെറ്റായ ഒരു തീരുമാനം എടുക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അച്ഛന്റെ സന്തോഷത്തിനും നാട്ടുകാരുടെ മുമ്പിൽ അന്തസ്സിനും വേണ്ടി മാത്രമാണ് തന്റെ ഉള്ളിലെ വിയോജിപ്പുകളെല്ലാം മൂടിവെച്ച് രാഹുൽ എന്ന പയ്യനെ വരനായി സ്വീകരിക്കാൻ അവൾ ഇന്ന് ആ മണ്ഡപത്തിൽ വധുവായി ഒരുങ്ങിയെത്തിയത്. തന്റെ ഉള്ളിലെ ഇഷ്ടക്കേടുകൾ പോലും മാറ്റിവെച്ച് അച്ഛനു വേണ്ടി കല്യാണത്തിന് സമ്മതിച്ച തന്റെ മോൾക്ക് നാട്ടുകാർക്കൊക്കെ സന്തോഷത്തോടെ കത്തുകൊടുക്കുമ്പോഴും ഇന്നലെ രാത്രി പന്തൽക്കാൽ നാട്ടിയപ്പോഴും നാളെ പുതിയൊരു ജീവിതത്തിലേക്ക് കാൽവെക്കാൻ പോകുന്നതിന്റെ പ്രതീക്ഷയിൽ നിന്ന് തന്റെ മകൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് മാധവൻ മാഷ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അമ്മ രാധ ഓഡിറ്റോറിയത്തിന്റെ ഒരു ഭാഗത്ത് കരച്ചിലടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. അവിടെ കൂടിയിരുന്ന ആളുകൾക്കിടയിൽ മയൂരിയുടെ സ്കൂളിലെ 10ാം ക്ലാസ്സുകാരൻ അമൽ മേനോൻ ഉണ്ടായിരുന്നു. സ്കൂളിലെ ഏറ്റവും വികൃതിയായ, എപ്പോഴും തല്ലുകൊള്ളിത്തരം കാണിക്കുന്ന അമൽ തന്റെ പ്രിയപ്പെട്ട ടീച്ചറുടെ കല്യാണം കൂടാൻ ജ്യേഷ്ഠനെയും കൂട്ടി വന്നതായിരുന്നു. പക്ഷേ ഇന്ന് അവന്റെ കണ്ണുകളും നിറഞ്ഞു തൂവി. തന്റെ മയൂരി ടീച്ചർ എത്ര പാവമാണെന്ന്, ആരെയും വേദനിപ്പിക്കാത്ത മനസ്സിനുടമയാണെന്ന് അവന് നന്നായിട്ട് അറിയാം. സമയം 11 ആവാൻ ഇനി വെറും 5 മിനിറ്റുകൾ മാത്രം ബാക്കി. പൂജാരി ദയനീയമായി മാധവ മാഷ നോയി പറഞ്ഞു. സമയം കഴിഞ്ഞാ പിന്നെ ഇന്നിനി മുഹൂർത്തമില്ല മാഷേ. നാട്ടുകാരുടെ മുന്നിൽ അതൊരു വലിയ നാണക്കേടാവും. കുട്ടിയുടെ ജീവിതം ഓർക്കുമ്പോഴാ മനസ്സിലൊരു വല്ലായ്മ. പെട്ടെന്നാണ് ഓഡിറ്റോറിയത്തിന്റെ തൊട്ടുപിന്നിൽ നിന്നൊരു അലർച്ച ഉയർന്നു കേട്ടത്. നിർത്ത്! എല്ലാവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അത് അമലായിരുന്നു. വെറും 15 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ ശബ്ദത്തിന് പക്ഷെ അപ്പോഴൊരു പ്രത്യേക ഉറപ്പുണ്ടായിരുന്നു. അവൻ ജനക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി നേരെ മണ്ഡപത്തിലേക്ക് ഓടിക്കയറി. മയൂരിയുടെ വിറക്കുന്ന കൈകൾ പിടിച്ചുകൊണ്ടവൻ പറഞ്ഞു. ടീച്ചർ കരയണ്ട. ഇനി കല്യാണം മുടങ്ങില്ല ടീച്ചറെ. എന്റെ വീട്ടിലേക്ക് എന്റെ ചേട്ടന്റെ ഭാര്യയായിട്ട് ഞാൻ കൊണ്ടുപോകും. ടീച്ചറെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. യഥാർത്ഥത്തിൽ ആ മണ്ഡപത്തിന്റെ ഒരു വശത്ത് ബിസിനസ് ലോകത്തെ പ്രമുഖനും അമലിന്റെ ജ്യേഷ്ഠനുമായ സിദ്ധാർത്ഥ മേനോൻ ഉണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ബിസിനസ് കോളിന്റെ തിരക്കിലായിരുന്നു അവൻ. അനിയൻ അമലിന്റെ അപ്രതീക്ഷിതമായ അലർച്ചയും വാക്കുകളും കേട്ട് ഞെട്ടിപ്പോയ സിദ്ധാർത്ഥ് തന്റെ ചെവിയിലെ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ മാറ്റി ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടു. അമൽ എന്നാണ് വിളിച്ചു പറയുന്നതെന്ന് മനസ്സിലാവാതെ കനത്ത ആശയക്കുഴപ്പത്തോടെ അവൻ അമലിന്റെ അടുത്തേക്ക് നടന്നു വന്നു. മണിക്കൂറിന് കോടികൾ സമ്പാദിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ ബിസിനസ് ടൈക്കൂണാണ് സിദ്ധാർത്ഥ മേനോൻ. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും പടർന്നു കിടക്കുന്ന ശ്രേയസ് ഗ്രൂപ്പിന്റെ യുവ CEO. ബിസിനസ് ലോകത്ത് അവനൊരു സിംഹമായിരുന്നെങ്കിലും സ്ത്രീകളുമായി ഒരു ചായ കുടിക്കാൻ പോലും താല്പര്യപ്പെടാത്ത പ്രകൃതക്കാരൻ. മാധ്യമങ്ങളിലെ അഭിമുഖങ്ങളിൽ എപ്പോഴും വർക്ക് ഈസ് മൈ വൈഫ് എന്ന് പറയുന്നവൻ. മണ്ഡപത്തിലേക്ക് എത്തിയ സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ മയൂരിയിൽ ഉടക്കി. മുല്ലപ്പൂവും ചുവപ്പ് നിറമുള്ള പട്ടുസാരിയും അണിഞ്ഞ് കണ്ണീരിൽ കുതിർന്ന മുഖത്തോടെ നിൽക്കുന്ന മയൂരിയെ കണ്ട് സിദ്ധാർത്ഥ് ഒരു നിമിഷം നിന്നു.
പക്ഷേ സൗന്ദര്യത്തെക്കാൾ ആ കണ്ണുകളിലെ നിസ്സഹായതയാണ് സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ എന്തോ ഒരു നിമിഷം പിടിച്ചുലച്ചത്. എന്താ മോനെ, നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? ഈ സമയത്താണോ നിന്റെ കളി? മാധവൻ മാഷ് ശബ്ദമിടറി ചോദിച്ചപ്പോൾ അമൽ സിദ്ധാർത്ഥിന്റെ കൈകൾ പിടിച്ചു. അമൽ കണ്ണുകൊണ്ട് അവനോട് യാചിക്കുകയാണ്. ചേട്ടാ, ദയവായിട്ട് എന്റെ ടീച്ചറെ രക്ഷിക്കണം. സിദ്ധാർത്ഥ് മൗനമായി ആലോചിച്ചു. അച്ഛന്റെ മരണശേഷം ബിസിനസ് എന്ന ലോകത്തേക്ക് ഞാൻ കാലുത്തുമ്പോൾ അച്ഛനും അമ്മയും ഒരുപോലെ നിർബന്ധിച്ചിരുന്നു ഒരു കല്യാണം കഴിക്കാൻ. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള പെൺകുട്ടികൾ പണത്തിനും പദവിക്കും വേണ്ടി മാത്രം വരുന്നവരായിരുന്നു. കുടുംബ ബന്ധങ്ങൾക്കോ സ്നേഹത്തിനോ ഒരു വിലയും കൽപ്പിക്കാത്ത ഈ പെണ്ണെന്ന വർഗത്തോട് വല്ലാത്ത വെറുപ്പായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്, കുടുംബത്തിന്റെ അന്തസ്സാണ്. എനിക്ക് നോ പറയാൻ പറ്റില്ല. സിദ്ധുവേട്ട പറ, എന്റെ ടീച്ചറാ ഇത്. സിദ്ധാർത്ഥ ഒരു ദീർഘശ്വാസം എടുത്തു, പതിയെ തലയാട്ടി. ശേഷം നേരെ പൂജാരിയുടെ നേരെ തിരിഞ്ഞു. താലിയെടുക്ക്. അവിടെ കൂടിയവരിൽ ആരും മയൂരിയോട് സമ്മതം ചോദിച്ചില്ല. രാഹുലിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ആർക്കും സമയമുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ മേനോൻ മുന്നോട്ട് വന്ന് മയൂരി മാധവിന്റെ കഴുത്തിൽ ആ താലി ചാർത്തി. സീമന്തരേഖയിൽ കുങ്കുമം തൊട്ടു. അവിടെ ഉണ്ടായിരുന്ന കാണികൾ ഒന്നിച്ച് കൈയടിച്ചു. കുട്ടി രക്ഷപ്പെട്ടു. മാഷിന്റെ കുടുംബത്തിന്റെ നാണക്കേട് ഒഴിവായി. ആ എങ്കിലും ഒറ്റ മകളല്ലേ, കാത്തിരുന്ന് നടത്തിയ കല്യാണമായിരുന്നു, അതിങ്ങനെയായി. അങ്ങനെ കുശലങ്ങൾ പറഞ്ഞ് ഓരോരുത്തരും പരസ്പരം ആശ്വസിച്ചു. പക്ഷേ മയൂരി ഒരു ശില പോലെ നിശ്ചലയായി നിന്നു. എന്റെ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന ചോദ്യം അവളുടെ മനസ്സിനെ കീറി മുറിച്ചു. അവളുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ഉടനെ ഒരു കൊടുങ്കാറ്റ് അടങ്ങി ഒതുങ്ങിയതുപോലെ ആ കുടുംബ നിറകണ്ണുകളുമായി അവൾ സിദ്ധാർത്ഥിനൊപ്പം യാത്രയായി. വണ്ടിയിലേക്ക് കയറുമ്പോൾ മയൂരിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയില്ല. മറിച്ച് ഒരുതരം നിശബ്ദതയായിരുന്നു അവളെ മൂടിയത്. തന്റെ ജീവിതം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പോകുന്നതെന്ന് അറിയാത്തൊരു വലിയ നിരാശയും അനിശ്ചിതത്വവും മാത്രമായിരുന്നു അവളുടെ മുഖത്ത്. പന്തലിൽ വെച്ച് താലിയിട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അമൽ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മേനോൻ ഫാമിലി എത്തിയ മയൂരിയെ വരവേൽക്കാൻ അമ്മ വിമല എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു. തന്റെ ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്കും വഴിപാടുകൾക്കും ഫലം കിട്ടിയ സന്തോഷത്തിലായിരുന്നു അമ്മ. തന്റെ സ്വന്തം മോളെ പോലെ മയൂരിയെ ചേർത്ത് പിടിച്ചു. ദൈവങ്ങളെ സാക്ഷി നിർത്തി സ്നേഹത്തോടെയും ആശ്വാസത്തോടെയും അവർക്ക് കയ്യിലേക്ക് നിലവിളക്ക് കൊടുത്ത് സ്വീകരിച്ചു. അവൾ വിറക്കുന്ന കാലടികളോടെ ആ വലിയ വീടിന്റെ പടികൾ കയറി വലതുകാൽ വെച്ച് നിലവിളക്കുമായി അകത്തേക്ക് പ്രവേശിച്ചു. ആ അമ്മയുടെ കണ്ണുകളിൽ മകനൊരു കൂട്ടായതിന്റെയും ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം തകരാതിരുന്നതിന്റെയും കൃതജ്ഞതയുണ്ടായിരുന്നു. ശ്രേയസ് ഗ്രൂപ്പിന്റെ വിസ്താരമേറിയ ലക്ഷറി ഗസ്റ്റ് ഹൗസ്. അമ്മയുടെ അനുഗ്രഹത്തോടെയും ആചാരങ്ങളോടെയുമാണ് സിദ്ധാർത്ഥ അവൾ ഗസ്റ്റ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. മയൂരി ആ വലിയ മുറിയുടെ ജനലരികിൽ പുറത്തേക്ക് നോക്കി തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. സിദ്ധാർത്ഥ അവിടെ സോഫയിൽ ശാന്തനായി ഇരിപ്പുണ്ട്. മുറിയിലാകെ ഭാരമേറിയ ഒരു മൗനം തളം കെട്ടി നിന്നു. സിദ്ധാർത്ഥ് സോഫയിൽ നിന്ന് എഴുന്നേറ്റു. മയൂരിയുടെ മുന്നിലേക്ക് വന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി വളരെ ശാന്തമായി എന്നാൽ ആത്മാർത്ഥതയോടെ പറഞ്ഞു, മയൂരി, ആദ്യം താൻ എന്നോട് ക്ഷമിക്കണം. സോറി. തന്റെ അനുവാദമില്ലാതെയാ ഞാൻ ഇയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എന്റെ ഭാഗത്തുനിന്നുണ്ടായത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ അപ്പോഴുണ്ടായ നിന്റെ അച്ഛൻ്റെ മനസ്സ്, അത് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമാണ് നിന്റെ കഴുത്തിൽ ഞാൻ താലിയിട്ടിയത്. സാധാരണ വലിയ ബോർഡ് മീറ്റിംഗുകളിൽ നൂറുകണക്കിന് ബിസിനസ് പ്രമുഖരോട് മണിക്കൂറുകളോളം തടസ്സമില്ലാതെ സംസാരിക്കുന്നവനാണ് സിദ്ധാർത്ഥ് മേനോൻ. പക്ഷേ ഇന്ന് ആ സാധാരണക്കാരിയ പെൺകുട്ടിയുടെ മുമ്പിൽ അവന് വാക്കുകൾ കിട്ടാതെ പതറിപ്പോയി. ആ ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ച് വീണ്ടും സംസാരിച്ചു തുടങ്ങി. അമൽ എന്ന ഞങ്ങളുടെ അമലു, അവനെനിക്ക് വെറൊരു അനുജൻ മാത്രമല്ല മയൂരി, എന്റെ പ്രാണനാ. അവനുവേണ്ടി ഞാൻ ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാണ്. ജനിച്ചു വീണപ്പോൾ മുതൽ അമ്മയേക്കാൾ അവനെ നോക്കി വളർത്തിയ ഞാനാ. അതുകൊണ്ട് തന്നെ അവൻ എന്താവശ്യപ്പെട്ടാലും എന്തു പറഞ്ഞാലും ഇന്നുവരെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. അതിനപ്പുറം എനിക്കൊരു ലോകമില്ല. അവന് മയൂരി ടീച്ചർ എത്രത്തോളം പ്രിയപ്പെട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. വീട്ടിൽ വന്നാൽ അവൻ വാതോരാ സംസാരിക്കുന്നത് തന്നെ കുറിച്ച് മാത്രമാണ്. അമൽ വഴി ഇയാളെ ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എനിക്കും അമ്മയ്ക്കും തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ചും നന്മയെക്കുറിച്ചും അവൻ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ടാ ഇന്ന് ആ മണ്ഡപത്തിൽ വെച്ച് അവൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എതിർക്കാതെ സമ്മതിച്ച്. അമലിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. എന്നോട് സഹതാപം തോന്നിയോണ്ടാണോ എന്നെ വിവാഹം ചെയ്ത്? മയൂരിയുടെ കണ്ണ് വീണ്ടും നിറഞ്ഞു. അല്ല, സിദ്ധാർത്ഥ് പെട്ടെന്ന് തിരുത്തി. സിദ്ധാർത്ഥ് മേനോൻ ജീവിതത്തിൽ നിന്ന് വരെ സഹതാപത്തിന്റെ പുറത്തൊരു തീരുമാനം എടുത്തിട്ടില്ല. എനിക്ക് കുറച്ച് ഓൺലൈൻ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാനുണ്ട്. സോ നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ. വളരെ ലാഘവത്തോടെ പറഞ്ഞ് നടന്ന് നീങ്ങി നോക്കി മയൂരി സമാധാനപ്പെട്ടു. മോളെ, നീ പോയി ഫ്രഷായി വാ, ഈ വേഷമെല്ലാം മാറ്റിക്കാം, എന്നിട്ട് പുറത്തേക്ക് വാ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ശരി അമ്മേ. ആളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പറഞ്ഞു. തന്റെ ബാഗിൽ നിന്ന് ഒരു പലാസോ പാൻറ് ഒരു ടോപ്പും എടുത്ത് വേഗം വാഷ്റൂമിലേക്ക് കയറി ഫ്രഷായി റൂമിന് പുറത്തേക്ക് പോയി. അമൽ പുറത്ത് സോഫയിൽ നിന്ന് TV കാണുന്നുണ്ടായിരുന്നു. അവൾ അവനരികിലേക്ക് ഇരുന്നു. ടീച്ചറെ, ഇനി എനിക്ക് ചേച്ചിന്ന് വിളിക്കാലോ അല്ലേ? മയൂരി ഒന്ന് പുഞ്ചിരിച്ചു. അവന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ താൻ കടന്നുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ തികച്ചു ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിൽ എനിക്ക് ആകെ ലഭിച്ച ആശ്വാസം ഇവൻ മാത്രമായിരുന്നു. പുതിയ അന്തരീക്ഷവും പരിചയമില്ലാത്ത ആഡംബരങ്ങളും അവളെ ഭയപ്പെടുത്തിയെങ്കിലും
അമലിന്റെ നിഷ്കളങ്കമായ സാന്നിധ്യം അവളുടെ മനസ്സിന്റെ ഭാരം കുറച്ചു. ചേച്ചി എന്തെങ്ങനെ പേടിച്ചിരിക്കുന്നത്? ഒന്ന് ശ്വാസം വിടേച്ചി. മയൂരിക്ക് അവനോട് മറുപടി വരാൻ കഴിഞ്ഞില്ല. മനസ്സിൽ കുറെ നേരമായി കൊണ്ടുനടക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ അവൾക്ക് സിദ്ധാർത്ഥിന്റെ മുമ്പിൽ മടിയായിരുന്നു. മയൂരി പതിയെ അമലിന് നേരെ തിരിഞ്ഞ് ശബ്ദം പരമാവധി താഴ്ത്തി ചോദിച്ചു, അമലു, എനിക്ക് നിന്റെ ചേട്ടനെ കുറിച്ച് അധികമൊന്നും അറിയില്ല, ഒന്ന് പറഞ്ഞു തരുമോ? ചേട്ടൻ ശരിക്കും എന്താ ചെയ്യുന്നത്? അമലിന്റെ മുഖ അഹങ്കാരം കൊണ്ട് തിളങ്ങി. അവൻ TV ഓഫ് ചെയ്ത് മയൂരിക്ക് നേരെ തിരിഞ്ഞിരുന്നു. അയ്യോ, ചേച്ചിക്ക് സിദ്ധുവിനെ കുറിച്ച് അറിയില്ലല്ലേ? ചേട്ടൻ വെറൊരു ബിസിനസ്സുകാരൻ മാത്രമല്ല ചേച്ചി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളൊന്നായ ശ്രേയസ് ഗ്രൂപ്പിന്റെ CEO എന്റെ ചേട്ടൻ. കൺസ്ട്രക്ഷൻ, IT, ഷിപ്പിംഗ്, അങ്ങനെ ഒരുപാട് മേഖലകളിൽ ചേട്ടന് ബിസിനസ് ഉണ്ട്. ഈയിടക്ക് ഫോബ്സ് മാഗസിന്റെ കവർ പേജിൽ ഇടം നേടിയ കുറച്ച് മലയാളികളൊന്ന് ഈ സിദ്ധാർത്ഥ മേനോനാ. അവൾ പറഞ്ഞു നിർത്തിയപ്പോൾ മയൂരി അത്ഭുതത്തോടെ സിദ്ധാർത്ഥിന്റെ മുറിയിലേക്ക് നോക്കി. താൻ കരുതിയയിലും എത്രയോ വലിയ വ്യക്തിത്വമാണ് തന്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ ചേട്ടൻ എവിടെയാ താമസം? ഇവിടെ ചേച്ചി, ചേട്ടന്റെ മെയിൻ ഓഫീസ് എറണാകുളത്താ. അവിടെ ഫ്ലാറ്റിലെ താമസം. ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് എപ്പോഴും യാത്രയിലായിരിക്കും. അമ്മയുടെ നിർബന്ധം കാരണം മാസത്തിലൊരിക്കൽ മാത്രമാണ് ചേട്ടൻ ഈ വീട്ടിലേക്ക് വരുന്നത്. ഇവിടെ വരുമ്പോൾ മാത്രമാണ് ചേട്ടന് കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നത്. പക്ഷെ എന്നെ പഠിത്തം കഴിഞ്ഞാൽ നമ്മൾ എറണാകുളത്തേക്ക് പോകും. മയൂരിയും ദീർഘശ്വാസം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു. പിന്നെ 4 പേരും കൂടി ഭക്ഷണം കഴിച്ചു. ഒരു ഗ്ലാസ് പാല് മയൂരിയുടെ നേരെ തിരിച്ചുകൊണ്ട്, ഇത് പിടിക്കുമോളെ, കഴിഞ്ഞു. ഇനി നീ വീടിന്റെ മരുമകളാ. മയൂരി ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അമ്മയോട്. അവൾ അതുമായി സിദ്ധാർത്ഥിന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. ഡോറിന്റെ വശത്തെത്തിയപ്പോൾ മയൂരി ആകെ വിറച്ചു. ആവശ്യമില്ലാത്ത ചിന്തകൾ അവളെ ആ മുറിയിലേക്ക് കയറാൻ അനുവദിച്ചില്ല. പെട്ടെന്നാണ് അമലത് കാണുന്നത്. ഇതെന്താ ചേച്ചി, ചേട്ടന്റെ റൂമിൽ കയറുന്നില്ലേ? അവൻ ചോദിച്ച് അവൾ ആ റൂമിനകത്തേക്ക് കയറി. പുറകിൽ വാതിൽ തനിയെ അടഞ്ഞപ്പോൾ അവളുടെ ശ്വാസത്തിന്റെ വേഗത കൂടി. ആ വലിയ ലക്ഷറി മുറിയുടെ ഒരു വശത്ത് സിദ്ധാർത്ഥ് ലാപ്ടോപ്പിൽ നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. മയൂരി അകത്തേക്ക് വന്നറിഞ്ഞിട്ടെന്നോണം അവൾ ലാപ്ടോപ്പ് മടക്കി വെച്ച് എഴുന്നേറ്റു. മയൂരി വിറക്കുന്ന കൈകളോടെ ആ പാൽ ഗ്ലാസ് ടേബിൾ കൊണ്ടുവച്ചു. കൈകൾ എവിടെ വെക്കണമെന്നറിയാതെ അവൾ സാരിത്തുമ്പിൽ മുറുക്കി പിടിച്ച് തല താഴ്ത്തി നിന്നു. സിദ്ധാർത്ഥ് പതിയെ അവളുടെ അരികിലേക്ക് നടന്നു വന്നു വളരെ ശാന്തമായി അവളോട് സംസാരിക്കാൻ തുടങ്ങി. മയൂരി, പ്ലീസ് റിലാക്സ്. താനിങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഒരുപാട് ചിന്തിച്ചു. ഇന്ന് പകൽ ആ കല്യാണപ്പന്തൽ വെച്ച് നടന്നില്ല. ഒരു സ്വപ്നം പോലെയായിരുന്നു. തന്റെ സമ്മതം ചോദിക്കാൻ അപ്പോൾ സമയമുണ്ടായിരുന്നില്ല. മയൂരി പതിയെ തലയുയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ബിസിനസ് ലോകത്തെ കാർക്കശ്യക്കാരനായ CEO ആയിരുന്നില്ല, മറിച്ച് കരുണയുള്ള ഒരു മനുഷ്യനായിരുന്നു. തന്റെ മനസ്സിലൂടെ ഇപ്പൊ എന്തൊക്കെയാണ് കടന്നു പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. സിദ്ധാർത്ഥ് തുറന്നു. ആ രാഹുൽ തന്നോട് കാണിച്ച ചതി, അതിന്റെ തൊട്ടു പിന്നാലെ ഒട്ടും പ്രതീക്ഷിക്കാതെ നിന്റെ കഴുത്തിൽ പതിച്ച ഈ താലി, ഇതൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ ഏതൊരു പെൺകുട്ടിക്കെന്നല്ല ആർക്കും കഴിയില്ല. മയൂരിയുടെ കൺകോണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പതിയെ താഴേക്ക് ഒലിച്ചിറങ്ങി. സിദ്ധാർത്ഥ അവളുടെ തോളിൽ പതിയെ കൈവച്ചു. ആ സ്പർശനത്തിന് അവളെ ആശ്വസിപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. മയൂരി, വിവാഹം എന്നത് രണ്ടുപേരുടെ മനസ്സുകൾ തമ്മിൽ എടുക്കേണ്ട ഒന്നാണ്. കേവലം ഒരു താലിയിട്ടുകൊണ്ട് മാത്രം ആ ബന്ധം പൂർണ്ണാവില്ല. പദവിയോ പണമോ നോക്കിയിരുന്ന പെൺകുട്ടികളെ കണ്ട് ഈ പെൺവർഗത്തോട് തന്നെ എനിക്ക് വല്ലാത്ത അകൽച്ചയുണ്ടായിരുന്നു. പക്ഷെ അമൽ വഴി നിന്റെ നന്മയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ഒന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. നേരിൽ കണ്ട നിമിഷം മുതൽ എനിക്ക് നിന്നോട് ബഹുമാനമാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തുകയാണ്. പരസ്പരം പൂർണ്ണമായി മനസ്സിലാക്കാൻ നമുക്ക് സമയമെടുക്കും. അതുവരെ നമ്മൾക്കിടയിൽ ഒരു ഭാര്യ-ഭർത്തൃ ബന്ധം വേണ്ട. തികച്ചും നല്ല സുഹൃത്തുക്കളായി മാത്രം നമുക്ക് മുന്നോട്ട് പോകാം. തനിക്ക് എപ്പോൾ എന്നെ ഒരു ഭർത്താവായിട്ട് സ്വീകരിക്കാൻ മനസ്സനുവദിക്കുന്നു, അന്ന് മാത്രം നമുക്ക് ഈ ബന്ധത്തിന്റെ അടുത്ത പടിയിലേക്ക് അടുക്കാം. അതുവരെ ഈ സിദ്ധാർത്ഥത്തിന്റെ ഭാഗത്തുനിന്നും നിന്നെ വിഷമിപ്പിക്കുന്ന യാതൊരു സമീപനം ഉണ്ടാവില്ല. ഇതെന്റെ വാക്കാണ്. അവൻ ടേബിളിൽ നിന്ന് പാലിന്റെ ഗ്ലാസ് എടുത്ത് അവളുടെ കൈകളിലേക്ക് കൊടുത്തു. എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ല, ശീലവുമില്ല. അതുകൊണ്ട് ഇത് നീ കുടിക്കുക. എന്നിട്ട് ആ ബെഡിൽ പോയി കിടന്നു. എനിക്ക് കുറച്ച് ജോലിയുണ്ട്. അവൻ അതും പറഞ്ഞ് ലാപ്ടോപ്പ് എടുത്ത് ബാൽക്കണിയിലേക്ക് ഇറങ്ങി. സിദ്ധാർത്ഥിന്റെ ഭാഗത്തുനിന്നുണ്ടായ വലിയ മാന്യതയും തുറന്നു പറച്ചിലും മയൂരിക്ക് നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല. അവളുടെ മനസ്സിലെ വലിയൊരു ഭാരമാണ് ആ ഒറ്റ രാത്രി കൊണ്ട് ഇറക്കി വെക്കപ്പെട്ടത്. അവൾ നിറഞ്ഞ കണ്ണുകളോട് അവനെ നോക്കി നന്ദിയോടൊന്നും പുഞ്ചിരിച്ചു. പുറമേ ഗൗരവക്കാരനായ കോടികളുടെ ബിസിനസ് സാമ്രാജ്യം ഭരിക്കുന്ന ആ സിഇഒയുടെ ഉള്ളിലും നന്മയും ലാളിത്യം അവൾ ആ രാത്രി ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി തുടങ്ങി. മയൂരിയുടെ ജീവിതം സുരക്ഷിതമായ കൈകളിലാണെന്ന് അറിഞ്ഞെങ്കിലും മകളെ കാണാനും തന്റെ വീട്ടിൽ സൽക്കാരത്തിന് ക്ഷണിക്കുക എന്നതും മാധവൻ മാഷിന്റെയും രാധികയുടെയും വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ശനിയാഴ്ച രാവിലെ കയ്യിലൊരു പുതിയ മധുരവുമായി മാധവൻ മാഷും അമ്മ രാധയും മേനോൻ ഫാമിലിയിലെ ആ വലിയ ഇരുനില വീട്ടിലേക്ക് എത്തി. ഗേറ്റ് അടന്ന് ഉള്ളിലേക്ക് വരുമ്പോൾ ആ ആഡംബര വീട് കണ്ട് അവരുടെ മനസ്സിൽ ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു. എന്നാൽ ഉമ്മറത്തേക്ക് കയറിയുടനെ അവരെ സ്വീകരിച്ചത് വിമലയായിരുന്നു. അയ്യോ മാഷെ, കയറി വരൂ. എന്താ വരാൻ ഇത്രയും വൈകിയത്? ഞങ്ങളിങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. യാതൊരു പത്രാസുമില്ലാതെ വിമല അവരകത്തേക്ക് ക്ഷണിച്ചു. പെട്ടെന്നാണ് മുകളിലെ നിലയിൽ നിന്ന് മയൂരി ഓടിയിറങ്ങി വന്നത്.
നെറ്റിയിൽ സിദ്ധാർത്ഥ് ചാർത്തിയ കുങ്കുമം തൊട്ട് കഴുത്തിൽ തിളങ്ങുന്ന താലിയുമായി വരുന്ന മകളെ കണ്ടപ്പോൾ തന്നെ രാധയുടെ കണ്ണു നിറഞ്ഞു. ആ മുഖത്ത് പണ്ടെങ്ങുമില്ലാത്തൊരു പ്രകാശവും സന്തോഷവും ഉണ്ടായിരുന്നു. അവൾ വളരെ ലളിതമായൊരു ചുരിദാറായും ധരിച്ചിരുന്നു. ആ പഴയ രീതിയിൽ തങ്ങളുടെ മകളെ കണ്ടപ്പോൾ തന്നെ രാധയുടെ കണ്ണു നിറഞ്ഞു. ആ ആഡംബര വീട്ടിലും അവൾ തന്റെ പഴയ മോളായി തന്നെ ജീവിക്കുന്നു എന്നോർത്തപ്പോൾ ആ അമ്മയ്ക്ക് വല്ലാത്തൊരു ആശ്വാസം തോന്നി. അമ്മ, അച്ഛ. അവൾ ഓടി വന്ന് ഇരുവരെയും കെട്ടിപ്പിടിച്ചു. മോളെ, നീ സുഖമായിട്ടിരിക്കുന്നോ? രാധ അവിടെ തലയിൽ തല ഓടിക്കൊണ്ട് ചോദിച്ചു. ഞാനിവിടെ ഒത്തിരി സന്തോഷത്തിലമ്മ. അമ്മയച്ഛന് വിഷമിക്കേ വേണ്ട. മയൂരി അച്ഛനെ നോക്കി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അപ്പോഴേക്ക് അമുല അങ്ങോട്ടേക്ക് ഓടി വന്നു. മാഷേ, മയൂരി ടീച്ചർ ഇപ്പൊ എന്റെ സ്വന്തം ചേച്ചിയാ. ഇവിടെ ചേച്ചിയെ ഞാൻ നോക്കിക്കോളാം മാഷേ. ആ വാക്കുകളിൽ അവന്റെ സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു. അമൽ കോളർ പൊക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവിടെ വലിയൊരു ചിരി ഉണർന്നു. പെട്ടെന്നാണ് ഒരു കാർ ആ വീട്ടുമുറ്റത്ത് വന്ന ശബ്ദം കേട്ടത്. സിദ്ധാർത്ഥായിരുന്നത്. വെളുത്ത ഷർട്ടും മുണ്ടുമണിഞ്ഞ് തികച്ചൊരു നല്ല കുടുംബനാഥനായി സിദ്ധാർത്ഥ അകത്തേക്ക് കയറി വന്നു. മാധവൻ മാഷിനെ കണ്ടതും അവൻ ബഹുമാനത്തോടെ കൈകൾ കൂപ്പി. മാഷേ, സുഖാണോ? എനിക്ക് ഇന്നലെ എറണാകുളത്ത് വരെ പോകേണ്ടി വന്നു. കമ്പനിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ വൈകിയത്. അതും പറഞ്ഞ് അവൻ മാഷിന്റെ കാല് തൊട്ട് വന്നിച്ചു. മാധവ് മാഷ് എഴുന്നേറ്റ് സിദ്ധാർത്ഥിന്റെ കൈകൾ പിടിച്ചുയർത്തി. അന്ന് കല്യാണപ്പന്തലിൽ വെച്ച് തന്റെ കുടുംബത്തിന്റെ മാനം രക്ഷിച്ച തന്റെ മകൾക്ക് ഒരു രാജകുമാരിയുടെ ജീവിതം നൽകിയ ആ വലിയ മനുഷ്യനെ നോക്കുമ്പോൾ മാഷിന്റെ വാക്കുകൾ ഇടറി. സിദ്ധാർത്ഥ്, അന്ന് ആ പന്തലിൽ വെച്ച് എൻ്റെ മോൾക്ക് എന്ത് സംഭവിക്കുന്നോർത്ത് ഞാൻ ഒരുപാട് ഭയന്നിരുന്നു. ദൈവത്തെ പോലെയാ നീ അവളെ സംരക്ഷിച്ച്. ഇന്ന് അവിടെ ഈ സന്തോഷം കാണുമ്പോൾ ഒരച്ഛൻ എന്ന നിലയിൽ എൻ്റെ മനസ്സ് നിറയുക. എനിക്കിനി മരിച്ചാലും സങ്കടമല്ല മോനെ. ഏയ്, അങ്ങനെയൊന്നും പറയുന്നു മാഷേ. സിദ്ധാർത്ഥ് മാഷിന്റെ കൈകളിൽ അമർത്തി പിടിച്ചു. മയൂരി പി വീടിന്റെ മരുമകളും എന്റെ ഭാര്യയോ. അവളെ നന്നായി നോക്കേണ്ടത് എന്റെ കടമയാ. അവൻ പതിയെ മയൂരിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആ നോട്ടത്തിൽ അവൾക്കായി മാത്രം കരുതി വെച്ച പ്രണയമുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ രാധയും മാഷും പരസ്പരം നോക്കി ആശ്വാസത്തോടെ കണ്ണു തുടച്ചു. അപ്പോഴേക്കും വിമല ചായയും പലഹാരങ്ങളും അവർക്കായി വിളമ്പി. സന്തോഷത്തോടെ എല്ലാവരും ഒന്നിച്ച് കഴിക്കുന്നതിനിടയിലാണ് മാധവ മാഷ് വന്ന കാര്യം പറഞ്ഞു. അത് പിന്നെ മോനെ, നിങ്ങളെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിക്കാൻ കൂടി ഞങ്ങൾ വന്ന്. അടുത്ത ഞായറാഴ്ച മോൻ എല്ലാവരെയും കൂട്ടി അങ്ങോട്ട് എത്തണം. തീർച്ചയായും മാഷേ, ഞങ്ങൾ വരും. സിദ്ധാർത്ഥ് ഒട്ടുമണിക്കാതെ സമ്മതിച്ചു. മകളുടെ ഈ വലിയ സൗഭാഗ്യം അവളെ ജീവനായി സ്നേഹിക്കുന്ന ഭർത്താവിനെയും കുടുംബത്തെയും കണ്ട് തിരികെ ഇറങ്ങുമ്പോൾ മാധവൻ മാഷിനെ നെഞ്ച അഭിമാനം കൊണ്ട് വികസിക്കുകയായിരുന്നു. അന്ന് കല്യാണപ്പന്തലിൽ വെച്ച് തനിക്ക് പറ്റിപ്പോയ തെറ്റ് ഇന്ന് തന്റെ മകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി മാറിയിരിക്കുന്നു എന്ന് ആ അച്ഛൻ തിരിച്ചറിഞ്ഞു. ആദ്യമൊക്കെ സിദ്ധാർത്ഥിനെ ഒരു ഭർത്താവായി കാണാൻ മയൂരി കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ അവന്റെ ഉള്ളിലെ നന്മയിൽ ആളിത്യവും അവൾ പതിയെ തിരിച്ചറിയാൻ തുടങ്ങി. അമലിനോടുള്ള അവന്റെ സ്നേഹവും തന്റെ കുടുംബത്തോട് അവൻ കാണിക്കുന്ന കരുതലും കണ്ടപ്പോൾ മയൂരിക്ക് അവനോടുള്ള ബഹുമാനം കൂടി. മയൂരിയുടെ മാറ്റങ്ങൾ സിദ്ധാർത്ഥം അറിയുന്നുണ്ടായിരുന്നു. വാക്കുകളാൽ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവൻ മയൂരി ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയിരുന്നു. അതേസമയം ആ അമ്മയും മകളും തമ്മിൽ പരസ്പരം വേർപിരിയാൻ കഴിയാത്ത വിധം ഇരുവരും ഒന്നായി മാറിയിരുന്നു. മാധവൻ മാഷിന്റെ ക്ഷണം സ്വീകരിച്ച് അടുത്ത ഞായറാഴ്ച രാവിലെ തന്നെ സിദ്ധാർത്ഥിന്റെ കറുത്ത ഓടി കാറ് മാഷിന്റെ വീട് ലക്ഷ്യമാക്കി നീങ്ങി. ഡ്രൈവിംഗ് സീറ്റിൽ സിദ്ധാർത്ഥും തൊട്ടടുത്ത് മയൂരിയുമായിരുന്നു. ബാക്ക് സീറ്റിൽ വിമലാമ്മയാമലും ഇരുന്ന് എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും കാറുകളിൽ സിദ്ധാർത്ഥിനെ തൊട്ടടുത്തിരിക്കുമ്പോൾ മയൂരിയുടെ നെഞ്ച് പടപടാ മിടിക്കുകയായിരുന്നു. ആഡംബരക്കാരന്റെ എയർ കണ്ടീഷൻ തണുപ്പിലും അവളുടെ കൈകൾ ചെറുതായി വിയർത്തു. സ്റ്റിയറിംഗിൽ പിടിച്ചിരിക്കുന്ന സിദ്ധാർത്ഥിന്റെ കൈകളിലേക്കും അവന്റെ ഗൗരവമുള്ള മുഖത്തേക്ക് അവൾ ഇടങ്ങണ്ണാലെ നോക്കി. പെട്ടെന്ന് സിദ്ധാർത്ഥ് വണ്ടി ഒതുക്കി നിർത്തി. എന്നിട്ട് മയൂരിക്ക് നേരെ തിരിഞ്ഞ് ഒരു ചെറിയ പുഞ്ചിരിയോടെ ചോദിച്ചു, എന്താ മയൂരി ഇത്രയും ടെൻഷൻ? സ്വന്തം വീട്ടിലേക്കല്ലേ പോകുന്നത്? അതോ എന്നെ കൂടെ കൂട്ടിയിട്ട് പോലെ പേടിയുണ്ടോ? ഏയ്, അതല്ല സിദ്ധേട്ടാ. മയൂരി നാണത്തോടെ തലതാഴ്ത്തി. അവൾ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ചേട്ടാ, ടീച്ചർക്ക് പേടിയല്ല, സിദ്ധേട്ട അടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാ. അമലിനെ കിളിപ്പെടുന്ന സംസാരം കേട്ടതും വിമലാമാരൻ തലക്കൊരു കൊട്ടുകൊടുത്തു. കാറിനുള്ളിൽ ചെറിയൊരു ചിരി ഉണർന്നു. സിദ്ധാർത്ഥ് കാറിന്റെ മ്യൂസിക് സിസ്റ്റം ഓൺ ചെയ്തു. പഴയൊരു മെലഡി ഗാനം കാറിനുള്ളിൽ പടർന്നപ്പോൾ മയൂരിയുടെ മനസ്സിലെ ഭാരമെല്ലാം പതിയെ അലിഞ്ഞുപോയി. കാറ് മാധവ് മാഷിന്റെ വീടിരിക്കുന്ന ചെറിയ ഗ്രാമീണ റോഡിലേക്ക് പ്രവേശിച്ചു. കാറ് പതിയെ തറവാട് വീടിന് മുറ്റത്ത് വന്നിരുന്നു. മാധവ് മാഷു രാധയും ഉമ്മറത്തേക്ക് ഓടി വന്നു. സിദ്ധാർത്ഥ് കാറിന്റെ ഡോർ തുറന്ന് മയൂരിക്ക് ഇറങ്ങാനായി കൈനീട്ടി. മയൂരി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സിദ്ധാർത്ഥ അവിടെ കൈകളിൽ പിടിച്ചത്. ആ വലിയ മനുഷ്യൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തനിക്ക് തരുന്ന ആ ബഹുമാനവും കരുതലും കണ്ടപ്പോൾ മയൂരിയുടെ കണ്ണ് സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി. കയറി വരുമോനെ. മാധവ് മാഷ് കൈകൾ കൂപ്പി അവർ സ്വീകരിച്ചു. എല്ലാവരുമായി ആ ഉമ്മറത്ത് കൂടി. കുറച്ചു നേരം സംസാരത്തിന് ശേഷം രാധമ്മ എല്ലാവരെയും ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചു. അമലുവിന്റെ ഒടുക്കത്തെ തമാശകളിൽ എല്ലാവരും ആ ഊണുമേശയിൽ ഇടം നേടി.
രാധ സ്നേഹത്തോടെ വെച്ചുണ്ടാക്കിയ നാടൻ വിഭവങ്ങൾ സിദ്ധാർത്ഥിനും കുടുംബത്തിനും മുമ്പിൽ വിളമ്പി. എല്ലാവരും മനസ്സെറിഞ്ഞ സന്തോഷത്തിലായിരുന്നു. അപ്പോഴാണ് അമൽ തന്റെയും പ്രിയപ്പെട്ട മയൂരി ടീച്ചറിന്റെയും സ്കൂളിലെ തമാശകളും വികൃതികളും പറയാൻ തുടങ്ങിയത്. അമ്മേ, ഈ ഇരിക്കുന്ന മയൂരി ടീച്ചർ സ്കൂളിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന പാവം. പക്ഷെ സത്യം പറഞ്ഞ ക്ലാസ്സിലെ പിള്ളേരുടെ ഒപ്പ ടീച്ചറുടെ കളി. അമൽ കോഴിക്കാൽ കടിച്ചുകൊണ്ട് പറഞ്ഞു. വിമലമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അതെന്താ അമലു, നിന്റെ ടീച്ചർ സ്കൂളിൽ എങ്ങനെയാ? അമൽ സിദ്ധാർത്ഥിനെ നോക്കി ആവേശത്തോടെ തുടർന്നു. പിന്നെ ചേട്ടാ, 6 മാസം മുമ്പ് ഞാൻ സ്കൂളിൽ വെച്ച് വേറെ പയ്യനായിട്ട് ബെഞ്ചിന്റെ പേരിൽ ഒരു അടി ഉണ്ടാക്കി. ദേഷ്യം വന്ന് ഞാൻ അവന്റെ മൂക്കിലിട്ടെണ്ണ കൊടുത്തു. ചോര വന്ന് സ്കൂളാ സീനായി. ഹെഡ് മാസ്റ്റർ എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ ടീച്ചർ റെഡിയാക്കി വെച്ചാ. എനിക്കന്ന് ശരിക്കും പേടിയായി. അതിനിടയിലേക്ക് എന്റെ ചേച്ചി വന്ന് അന്ന് പ്രിൻസിപ്പലിനോട് സംസാരിച്ചു. ഒടുവിൽ സാറായി ക്ഷമിച്ചു. എന്റെ ഏട്ടനെ പോലെ അന്ന് എന്നോട് സംസാരിച്ച് സ്നേഹത്തോടെ തിരുത്തിയ മറ്റൊരു വ്യക്തി ടീച്ചറാ. അന്നു മുതലാ മയൂരി ടീച്ചർ എന്റെ സ്വന്തം ചേച്ചി പോലെ പ്രിയപ്പെട്ടതായത്. അമലിന്റെ വാക്കുകൾ കേട്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്ത് വലിയൊരു ആശ്വാസവും മയൂരിയോടുള്ള ബഹുമാനവും നിറഞ്ഞു. തന്നെ തല്ലുള്ളി അനിയനെ ഇത്രയും നല്ലൊരു സ്വഭാവക്കാരനാക്കി മാറ്റിയതിന് അവൻ മനസ്സിൽ മയൂരിയോട് നന്ദി പറഞ്ഞു. ഉച്ചയൂണ് കഴിഞ്ഞ് എല്ലാവരും ഉമ്മറത്തുകാളുമായി വിശ്രമിക്കാനായിരുന്നു. മയൂരി തനിക്ക് ആവശ്യമായ കുറച്ച് ബുക്കുകളും മറ്റു സാധനങ്ങളും തിരികെ കൊണ്ടുപോകാൻ വേണ്ടി തന്റെ പഴയ മുറിയിലേക്ക് വന്നു. വർഷങ്ങൾ പഴക്കമുള്ള തറവാട് വീടിന്റെ തനിമ സിദ്ധാർത്ഥിന് വലിയൊരു കൗതുകമായിരുന്നു. അവൻ പതിയെ മയൂരിയുടെ മുറി ലക്ഷ്യമാക്കി നടന്നു. മുറിയുടെ വാതിൽ ചെറുതായി തുറന്നിടക്കുകയായിരുന്നു. അവൻ അകത്തേക്ക് കയറി. ആ മുറി കണ്ടപ്പോൾ സിദ്ധാർത്ഥ് അത്ഭുതപ്പെട്ടു പോയി. അവിടെ ഒരു വലിയ ബുക്ക് ഷെൽഫ് നിറയെ പുസ്തകങ്ങളുടെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. സാഹിത്യവും ചരിത്രവും കവിതകളും നിറഞ്ഞ പുസ്തകങ്ങൾ. മയൂരി ജനറലിൽ നിന്ന് ആ പുസ്തകങ്ങൾ ഓരോന്നായി എടുത്തു തുടച്ച് മാറ്റിവെക്കുകയായിരുന്നു. അവളറിയാതെ അവളുടെ പിന്നിൽ വന്നിരുന്ന സിദ്ധാർത്ഥ് പതിയെ ചോദിച്ചു, മയൂരി, ഇത്രയും പുസ്തകങ്ങളോ? താനൊരു വലിയ വായനക്കാരിയാണല്ലേ? പെട്ടെന്നുള്ള സിദ്ധാർത്ഥിന്റെ ശബ്ദം കേട്ട് മയൂരി ഞെട്ടിത്തിരിഞ്ഞു. അയ്യോ, സിദ്ധുട്ട് എപ്പോഴാ വന്ന്? അവൾ സാരിത്വം പുതുക്കിക്കൊണ്ട് ചോദിച്ചു. ഇപ്പൊ വന്നേ ഉള്ളൂ. സിദ്ധാർത്ഥ് ഷെൽഫിൽ നിന്നൊരു പഴയ പുസ്തകം കയ്യിലെടുത്ത് നോക്കി. മാധവ് മാഷും വലിയ വായനക്കാരനാണെന്ന് തോന്നുന്നു. മാഷിനെ കുറിച്ച് എനിക്ക് അധികമൊന്നും അറിയില്ല. മയൂരിയുടെ മുഖത്ത് തന്റെ അച്ഛനെ കുറിച്ചുള്ള അഭിമാനം നിറഞ്ഞു. അവൾ ജനലിലൂടെ പുറത്തെ തെങ്ങിൻ തോപ്പിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, അച്ഛൻ 3 വർഷം മുമ്പ് ആ സ്കൂളിൽ നിന്ന് വിരമിച്ച സീറ്റുവേട്ട. അച്ഛനായിരുന്നു എൻ്റെ റോൾ മോഡൽ. 5 വർഷം മുമ്പാണ് എനിക്ക് ആദ്യമായിട്ട് അച്ഛൻ ജോലി ചെയ്യുന്ന അതേ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ ടീച്ചറായിട്ട് പോസ്റ്റിംഗ് കിട്ടുന്നത്. അന്ന് അച്ഛൻ്റെ കൂടെ ഒരേ സ്കൂളിലേക്ക് ഒന്നിച്ചിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായിരുന്നു. അവൾ തിരിഞ്ഞ് സിദ്ധാർത്ഥിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ക്ലാസ് മുറികളിൽ കുട്ടികളെങ്ങനെ സ്നേഹിക്കണമെന്നും അവരെ നല്ല മനുഷ്യരാക്കി മാറ്റണമെന്നും എന്നെ പഠിപ്പിച്ച എൻ്റെ അച്ഛനാ. അച്ഛൻ്റെ ആ അധ്യാപന പാരമ്പര്യം തന്നെയാണ് എന്നെ അമലിൻ്റെയും പ്രിയപ്പെട്ട ടീച്ചറാക്കി മാറ്റിയത്. അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം. അതുകൊണ്ട് മാത്രമാണ്. മയൂരി പറഞ്ഞു നിർത്തി. കല്യാണ പന്തലിലെ ചതിയെക്കുറിച്ച് ഓർക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. എന്നാൽ സിദ്ധാർത്ഥ അവളുടെ കൈകൾ പതി പിടിച്ചു. എനിക്കറിയാം മയൂരി. സിദ്ധാർത്ഥ് വളരെ ശാന്തമായി പറഞ്ഞു, നിന്റെ അച്ഛനൊരു വലിയ മനുഷ്യനാ. ആ അച്ഛനെ നന്മകളാ മകളായ നിനക്കും കിട്ടിയിരിക്കുന്നത്. ഈ പുസ്തകങ്ങളും നിന്റെ ഓർമ്മകളെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇനി ഇതെല്ലാം എന്റെയും കൂടെയാ. സിദ്ധാർത്ഥിന്റെ ആ വാക്കുകളും അവന്റെ സ്പർശനവും മയൂരിയുടെ ഉള്ളിലെ എല്ലാ വിഷമങ്ങളും മായ്ച്ചു കളഞ്ഞു. ആൾ വിറക്കുന്ന ചുണ്ടുകളോട് അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. രാത്രി ഏറെ വൈകിയാണ് അവർ തിരികെ മടങ്ങിയത്. ആ യാത്ര പറച്ചിൽ എല്ലാവരിലും ചെറിയ വേദന ജനിപ്പിച്ചു. പതിയെ അവൾ ആ മേനോൻ കുടുംബത്തിലെ ആളായി കഴിഞ്ഞിരുന്നു. ഒരു മരുമകളായിട്ടല്ല, തന്റെ സ്വന്തം മോളെ പോലെയാണ് വിമല അവളെ സ്നേഹിച്ചവും ചേർത്ത് പിടിക്കുന്നത്. അങ്ങനെ ആ വലിയ കുടുംബം മുഴുവൻ ഒരൊറ്റ മനസ്സോടെ സന്തോഷത്തിലേക്ക് വഴിമാറുകയായിരുന്നു. ആഴ്ചകൾ കഴിഞ്ഞു. അമലും മയൂരി ഒന്നിച്ചാണ് ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നത്. ആ വീടും ചുറ്റുപാടും അവൾക്ക് സാധാരണമായി കഴിഞ്ഞു. സിദ്ധാർത്ഥ് എറണാകുളത്ത് തന്റെ ബിസിനസ് ക്ലയന്റുമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ രാഹുലിനെ കുറിച്ച് അറിഞ്ഞ വിവരങ്ങൾ തന്റെ പോലീസ് സുഹൃത്ത് വിജീഷിനെ വിളിച്ച് പറഞ്ഞു. അവന്റെ അന്വേഷണത്തിലാണ് യഥാർത്ഥത്തിൽ രാഹുൽ എന്ന കല്യാണപ്പന്തലിൽ നിന്ന് കാണാതായത് യാദൃശ്ചികമായിരുന്നില്ല. പണത്തോടുള്ള അമിതമായ ആർത്തി കാരണം അവൻ മനഃപൂർവ്വം മാറുന്നതായിരുന്നു. മയൂരിയേക്കാൾ പണവും വലിയ ആഡംബരമുള്ള മറ്റൊരു പെൺകുട്ടിയുടെ ആലോചന വന്നപ്പോൾ ലക്ഷങ്ങൾ സ്ത്രീധനം മോഹിച്ച് അവൻ ആ ബന്ധം തെരഞ്ഞെടുക്കുകയായിരുന്നു. മാധവൻ മാഷിന്റെ കുടുംബത്തെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തുക എന്നൊരു ക്രൂരമായ ലക്ഷ്യം കൂടി അവനുണ്ടായിരുന്നു. സിദ്ധാർത്ഥിന് അവനോട് ഒരേ സമയം അവളെ ചതിച്ചുള്ള ദേഷ്യവും അതിലൂടെ സിദ്ധാർത്ഥിന് മയൂരിയെ കിട്ടിയതിലുള്ള നന്ദിയുണ്ടായിരുന്നു. എങ്കിലും സിദ്ധാർത്ഥ് വെറുതെ ഇരുന്നില്ല. വിജീഷുമായി ആ എറണാകുളം സിറ്റിയിൽ രാഹുലുണ്ടെന്ന് കണ്ടുപിടിച്ചു. സിദ്ധാർത്ഥിന്റെ പ്ലാൻ അനുസരിച്ച് എറണാകുളത്ത് വെച്ച് സിദ്ധാർത്ഥ് കല്യാണം ആരും അറിയാതെ നടന്നതായിക്കൊണ്ട് തന്റെ ബിസിനസ് മേഖലയിലെ എല്ലാ സുഹൃത്തുക്കൾക്കുമായി ഒരു വലിയ റിസപ്ഷൻ പാർട്ടി നടത്തിയിരുന്നു. അതിലൂടെ രാഹുൽ ആ സത്യം അറിഞ്ഞു. താൻ ചതിച്ചളഞ്ഞ പാവം സ്കൂൾ ടീച്ചർ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് തൈക്കൂണായ സിദ്ധാർത്ഥ് മേനോന്റെ ഭാര്യയാണെന്ന വാർത്ത രാഹുലിനെ ഞെട്ടിച്ചു കളഞ്ഞു. മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും മയൂരിയുടെ ആഡംബര ജീവിതത്തെക്കുറിച്ചുള്ള വാർത്തകൾ കണ്ടപ്പോൾ അവന്റെ ഉള്ളിൽ അസൂയയും ദേഷ്യവും ഇരച്ചു കയറി. അതോടെ മയൂരിയുടെ സമാധാനപരമായ ജീവൻ തർക്കാനും സിദ്ധാർത്ഥിൽ നിന്ന് കോടികൾ തട്ടിയെടുക്കാനും വലിയൊരു കെണിയുമായി രാഹുൽ വീണ്ടും രംഗത്തെത്തി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് മയൂരി ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങിയതേയുള്ളൂ.
പെട്ടെന്നാണ് ആളുടെ മുന്നിൽ കറുത്ത കാർ വന്ന് നിന്ന്. ഗ്ലാസ് ആഴ്ത്തി പുറത്തേക്ക് നോക്കിയ ആളെ കണ്ട് മയൂരി നിമിഷം തരിച്ചുപോയി. അത് രാഹുലായിരുന്നു, ആളുടെ വഞ്ചകനായ മുൻവരൻ. എന്താ മയൂരി ടീച്ചറെ, എന്നെ മറന്നുപോയോ? ഒരു പരിഹാസ്യരിയോടാൻ ചോദിച്ചു. രാഹുൽ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്ന്? ഭയം കൊണ്ട് മയൂരിയുടെ ശബ്ദം വിറച്ചു. എനിക്ക് കുറച്ച് പണം വേണം മയൂരി. കുറച്ചല്ല, ഒരു 5 കോടി രൂപ. നിന്നെ ആ പുതിയ ഭർത്താവിന് ഇതൊരു വലിയ തുകയല്ലല്ലോ. തന്നില്ലെങ്കിൽ നിന്റെ കുറച്ച് ഫോട്ടോകൾ എൻ്റെ കയ്യിലുണ്ട്. അവൻ ഞാൻ എഡിറ്റ് ചെയ്ത് മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിലിടും. അതോടെ തീരും ആ സിദ്ധാർത്ഥ മേനോന്റെ അവന്റെ കുടുംബത്തിന്റെ അന്തസ്. രാഹുൽ തന്റെ യഥാർത്ഥ മുഖം പുറത്തെടുത്തു. രാഹുലിന്റെ ഭീഷണി കേട്ട് മയൂരി പൂർണ്ണമായും തകർന്നുപോയി. സിദ്ധാർത്ഥിനോടും ആ കുടുംബത്തോടും ഇപ്പോൾ തോന്നി തുടങ്ങിയ സ്നേഹവും ബഹുമാനം ഇല്ലാതാവുമോ എന്ന് അവൾ ഭയന്നു. ഈ വിവരം സിദ്ധാർത്ഥിനോട് എങ്ങനെ പറയുമെന്നറിയാതെ അവൾ വിതുമ്പി. എന്നാൽ ഇതെല്ലാം നോക്കി അമൽ അവിടെ ഉണ്ടായിരുന്നു. രാഹുലിന് അമലിനെ അറിയാത്തതുകൊണ്ട് അമൽ തന്റെ ഫോണിൽ ആ ചിത്രങ്ങൾ പകർത്തിയിരുന്നു. സിദ്ധാർത്ഥ് ഉദ്ദേശിച്ച പോലെ അവന്റെ ചൂണ്ടിൽ കൃത്യമായി രാഹുൽ കടിച്ചു. എടാ വിജീഷേ, രാഹുൽ ഇപ്പൊ കരുതിയതുപോലെ മയൂരി ഒറ്റക്കല്ല. അവളുടെ പുറകിൽ നിന്നൊരു കൊടുങ്കാറ്റ് പോലെ സിദ്ധാർത്ഥ മേനോൻ എന്ന ഞാനുണ്ട്. അന്ന് ആ മണ്ഡപത്തിൽ വെച്ച് അവിടെ കണ്ണിൽ നിന്ന് വീണ ഓരോ തുള്ളി കണ്ണുനീരിനും ഞാൻ അവനെ കൊണ്ട് കണക്ക് ഉറപ്പിച്ചിരിക്കും. നിറകണകളുമായി വീട്ടിലെത്തിയ മയൂരി ആകെ വിളറി വെളുത്ത അവസ്ഥയിലായിരുന്നു. അമ്മയോട് പോലും മിണ്ടാതെ അവൾ വന്നപാടെ റൂമിലേക്ക് കയറി ഓടി. എന്താ അമ്മലു, മോള് വേഗം മുകളിലേക്ക് പോയത്? എന്തു പറ്റി? അമ്മേ, സിദ്ധുവിനെ കാണാനായിരിക്കും. അമ്മയ്ക്ക് പെട്ടെന്ന് നാണം വന്നു. നീ ഒന്ന് പോടാ ചെറുക്ക. അതും പറഞ്ഞ് അമ്മ അടുക്കളയിലേക്ക് പോയി. റൂമിലെത്തിയ മയൂരി ആകെ വിയർത്തു വിളിച്ചു. റൂം ലോക്ക് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ദാ മയൂരി ഞെട്ടി. സിദ്ധുവേട്ടി ഇതെപ്പോ വന്നു? നീ എന്തിനെങ്ങനെ വിയർക്കുന്നു? നീ കരഞ്ഞോ? എല്ലാത്തിനും കണക്കൂട്ടലുകളോടെ മനസ്സിൽ ഉറച്ച മനസ്സോടെ ഒന്നും അറിയാത്ത പോലെ സിദ്ധാർത്ഥ അഭിനയിച്ചു. ഏയ് ഒന്നുമില്ല സിദ്ധുവേട്ടാ. അവളുടെ ശബ്ദമിടറിയിരുന്നു. കൺകോണിൽ ഒളിപ്പിച്ചു വെച്ച കണ്ണുനീർ തുള്ളി സിദ്ധാർത്ഥിന്റെ തീക്ഷ്ണമായ കണ്ണുകളിൽ നിന്ന് മറക്കാൻ അവൾ പാടുപെട്ടു. തിരിഞ്ഞിറക്കാനാഞ്ഞ മയൂരിയുടെ കയ്യിൽ സിദ്ധാർത്ഥ അമർത്തി പിടിച്ചു. ആ സ്പർശനത്തിൽ തന്റെ പെണ്ണിനെ ചേർത്ത് പിടിക്കാനുള്ള അവന്റെ കരുതൽ അവൾ അറിഞ്ഞു. കള്ളം പറയരുത് മയൂരി. അവനവളെ തന്നിലേക്ക് ഒരു അല്പം കൂടി അടുപ്പിച്ച് നിർത്തി. അവളുടെ വേഗതയേറിയ ശ്വാസത്താളം അവന്റെ നെഞ്ചിൽ വന്ന് തട്ടുന്നുണ്ടായിരുന്നു. വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിയാതെ മയൂരി അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴിഞ്ഞ് പൊട്ടിക്കരഞ്ഞു. അത്രയും നേരം ഉള്ളിൽ ഒതുക്കി വെച്ച ഭയവും സങ്കടവുമെല്ലാം ആ നെഞ്ചിൻ ചൂടിൽ ഉരുകിത്തീരുന്ന പോലെ അവൾക്ക് തോന്നി. സിദ്ധാർത്ഥ പതിയെ അവളുടെ തലയിൽ തലോടി. തന്റെ കൈകളാൽ അവൻ അവൾക്കൊരു കാവലായി മാറി. എനിക്കറിയാം മയൂരി, രാഹുൽ നിന്നെ വന്ന് കണ്ടതും ഭീഷണിപ്പെടുത്തിയതും എല്ലാം എനിക്കറിയാം. വളരെ ശാന്തമായി സിദ്ധാർത്ഥ പറയുമ്പോൾ മയൂരി ഞെട്ടലോടെ തലയുയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. സിദ്ധുവേട്ടനെങ്ങനെ? നിന്റെ പിന്നിൽ അമലുണ്ടായിരുന്നു. അവനെല്ലാം കൃത്യമായിട്ട് എന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒട്ടും പേടിക്കണ്ട. സിദ്ധാർത്ഥ മേനോന്റെ ഭാര്യ നിന്നെ തൊടാൻ പോയിട്ട് നോക്കാൻ പോലും ഈ നാട്ടിലാരും ധൈര്യപ്പെടില്ല. അവന്റെ വാക്കിലെ ആത്മവിശ്വാസം മയൂരിയുടെ മനസ്സിലെ കാർമേഘങ്ങൾ മുഴുവൻ തുടച്ചു മാറ്റി. അവൻ പതിയെ അവളുടെ മുഖ ഇരുകൈകളിലും കോരിയെടുത്തു. കരഞ്ഞിറങ്ങിയ ആ കണ്ണുകളിലേക്ക് നോക്കി അവൻ മനോഹരമായെന്ന് പുഞ്ചിരിച്ചു. മയൂരി, അന്ന് ആ കല്യാണപ്പന്തലിൽ വെച്ച് അമലിന് വേണ്ടിയാ ഞാൻ നിന്റെ കഴുത്തിൽ താലിയാർത്തിയത്. അത് സത്യ. പക്ഷെ ഇന്ന് ഈ നിമിഷത്തിൽ നീ എന്റെ ജീവനാണ്. ഈ സിദ്ധാർത്ഥിന്റെ മാത്രം മയൂരി. അവന്റെ വാക്കുകൾ കേട്ട് മയൂരിയുടെ ഹൃദയം ദ്രുതഗതിയിൽ മിടിക്കാൻ തുടങ്ങി. ഭയം മാറി അവളുടെ പ്രണയത്തിന്റെ പുത്തൻ പൂമുട്ടുകൾ വിരികയായിരുന്നു. നാണം കൊണ്ട് അവളുടെ കവിളുകൾ ചുവന്നു കൊടുത്തു. ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനെന്നോണം അവൾ പതിയെ അവന്റെ കൈകളിൽ നിന്നും മാറി നടക്കാൻ ശ്രമിച്ചു. പക്ഷെ സിദ്ധാർത്ഥ അവൾ വിടാൻ തയ്യാറായിരുന്നില്ല. അവൻ മയൂരിയുടെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് അവളെ തന്നിലേക്ക് പാടെ അടുപ്പിച്ചു. പെട്ടെന്നുള്ള പിടിയിൽ അവന്റെ കൈ അവളുടെ സാരിയുടെ വിടവിലൂടെ വിരലുകൾ അവിടെ നഗ്നമായ ഇടുപ്പിൽ മുറുകി. മയൂരി ഒരു ഞെട്ടിലൂടെ അവന്റെ മുഖത്തേക്ക് നോക്കിയതും അവനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട്, അതെ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 3 മാസം കഴിഞ്ഞു. ഇതുവരെ നമ്മുടെ ആദ്യരാത്രി നടന്നില്ല. ഇന്ന് അത്രയും കേട്ടപാതി അവളവനെ തള്ളി ബെഡിലേക്കിട്ട് നാണിച്ച് ചിരിയോടെ അവൾ വാഷ്റൂമിലേക്ക് കയറി ഓടി. കുളിക്കുന്നതിനിടയിലാണ് അവൾ തന്റെ ഡ്രസ്സ് എടുക്കാൻ മറന്ന കാര്യോർത്ത്. കുളി കഴിഞ്ഞും അവൾ കുറച്ച് സമയം ആ വാഷ്റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് പതിയെ ഡോറ് തുറന്നു. തല പുറത്തേക്കിട്ട് ചുറ്റിനും നോക്കി. ആരുമില്ല. ഹാവു, രക്ഷപ്പെട്ടു എന്ന് സ്വയം ആത്മഹതിച്ചുകൊണ്ട് മയൂരി പതിയെ പുറത്തേക്ക് ഇറങ്ങി. ഷോൾഡറിലൂടെ ചുറ്റിയ ടവലുമായി അവൾ വാർഡ്രോബിനരികിലേക്ക് ഓടി. പെട്ടെന്ന് അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. അയ്യോ സിറ്റുവേട്ടാ, വീട്ട്, എനിക്ക് നാണം വരുന്നു. ഞാൻ ഡ്രസ് ചെയ്യട്ടെ പ്ലീസ്. അവളുടെ ആ നിൽപ്പും സംസാരവും കണ്ടപ്പോഴേ സിദ്ധാർത്ഥ മൗനം പാലിച്ചു. അവന്റെ കണ്ണുകളിൽ അവളുടെ മുടിയിൽ നിന്നും താഴേക്കിറ്റ് വീണ ജലഗണങ്ങൾ അവളുടെ കഴുത്തിലൂടെ ഒലിച്ചിറങ്ങുന്നത് നോക്കുകയായിരുന്നു. സിദ്ധാർത്ഥ പതിയെ ആ മുടിയിഴകൾ ഒതുക്കി അവളുടെ കാതോര മുഖം ചേർത്തു. ഇനി എനിക്ക് ക്ഷമയില്ല. ഇത്രയും ദിവസം എന്നെ അകറ്റി നിർത്തിയില്ല ടീച്ചറെ. ഇനി അത് സമ്മതിച്ചു തരില്ല ഞാൻ. ഇപ്പൊ എനിക്ക് സ്വന്താക്കണം.
സിദ്ധാർത്ഥ മേനോൻ എന്ന എനിക്ക് എൻ്റെ സ്വന്തം ഭാര്യയായ മയൂരിയെ എന്നേക്കുമായി എൻ്റെ സ്വന്തമാക്കണം. അവനവളുടെ കാതോരം മന്ത്രിച്ചു. അവന്റെ ചൂടുള്ള ശ്വാസം കഴുത്തിൽ തട്ടിയപ്പോൾ മയൂരി തന്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവളുടെ വിരലുകൾ അവന്റെ ഷർട്ടിൽ മുറുക്കെ പിടിച്ചു. പതിയെ മയൂരി തല ഉയർത്തി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ തനിക്കായുള്ള പ്രണയം അവൾ തിരിച്ചറിഞ്ഞു. അവൾ വിറക്കുന്ന ചുണ്ടുകളോടെ ചോദിച്ചു, സിദ്ധുവേട്ടന് എന്നെ ശരിക്കും ഇഷ്ടമാണോ? മറുപടിയായി സിദ്ധാർത്ഥൊന്നും പറഞ്ഞില്ല. അവൻ അവളുടെ നെറ്റിൽ അമർത്തി ചുംബിച്ചു. ആ ചുംബനത്തിൽ ഒരായുസിന്റെ മുഴുവൻ സ്നേഹവും സുരക്ഷിതത്വവും ഉണ്ടായിരുന്നു. പിന്നീട് അവൻ പതിയെ താഴേക്ക് വന്ന് അവളുടെ മൂക്കിന് തുമ്പിലും ഒടുവിൽ ആ ചുവന്ന ചുണ്ടുകളിലും തന്റെ പ്രണയം മുദ്ര വെച്ചു. മയൂരിയുടെ ഉള്ളിലെ ഭയമെല്ലാം എങ്ങോ മറഞ്ഞുപോയിരുന്നു. തന്റെ ഭർത്താവിന്റെ നെഞ്ചിന്റെ ചൂടിൽ അവന്റെ പ്രണയത്തിൽ അവൾ പൂർണ്ണമായും അലിഞ്ഞു ചേർന്നു. ഇരുവരും മാത്രമായുള്ള പുതിയൊരു തുടക്കം ആരംഭിച്ചു. പുറത്ത് രാവിലൊരുക്കുന്ന കെണികളെ തകർക്കാൻ സിദ്ധാർത്ഥ എന്ന കൊടുങ്കാറ്റ് തയ്യാറെടുത്ത് കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ മുറിക്കുള്ളിൽ അവൻ അവളുടെ പ്രണയത്തിലെ തടവുകാരനായ വെറുമൊരു സാധാരണക്കാരൻ മാത്രമായിരുന്നു. അടുത്ത ദിവസം രാവിലെ 5 കോടി രൂപയുമായി സിദ്ധാർത്ഥ മേനോൻ വരുന്നുണ്ടെന്ന വിവരം രാഹുലിന്റെ അഹങ്കാരത്തിന്റെ മുനമ്പിൽ എത്തിച്ചിരുന്നു. കൊച്ചി നഗരത്തിന്റെ അതിർത്തിയിലുള്ള സിദ്ധാർത്ഥിന്റെ ഉടമസ്ഥയിലുള്ള നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ആഡംബര റിസോർട്ടായിരുന്നു കൂടിക്കാഴ്ച സ്ഥലം. ആളൊഴിഞ്ഞൊരു വലിയ കെട്ടിടത്തിലേക്ക് രാഹുൽ തന്റെ ബൈക്കിൽ വന്നിറങ്ങി. അവന്റെ മുഖത്ത് വിജയഭാവമായിരുന്നു. അവിടെ ഒരു ആഡംബരക്കാരന് മുമ്പിൽ വിക്രം എന്ന തന്റെ ബോഡിഗാർഡിനൊപ്പം സിദ്ധാർത്ഥ മേനോൻ നിൽപ്പുണ്ടായിരുന്നു. കറുത്ത സൺഗ്ലാസ് മാറ്റി സിദ്ധാർത്ഥ് രാഹുലിനെ നോക്കി. ആ കണ്ണുകളിൽ ഭയമല്ല, മറിച്ച് ഇരയെ കാത്തിരിക്കുന്ന ഒരു സിംഹത്തിന്റെ ശാന്തതയായിരുന്നു. എന്താ സിദ്ധാർത്ഥ മേനോൻ, പണം റെഡിയാണോ? അതോ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്റെ കുടുംബ മഹിമ തകരുന്ന കാണണോ? രാഹുൽ പരിഹാസത്തോടെ ചോദിച്ചു. സിദ്ധാർത്ഥ് പതിയെ കൈയടിച്ചു. പെട്ടെന്ന് റിസോർട്ടിന്റെ പല കോണുകളിൽ നിന്ന് കുറച്ചുപേർ മുന്നോട്ട് വന്നു. അവരെ കണ്ടത് രാഹുലിന്റെ മുഖത്തെ ചിരിമാഞ്ഞു. അതവൻ പുതുതായി കല്യാണം കഴിക്കാൻ ആലോചിച്ചിരുന്ന പെൺകുട്ടിയും അച്ഛനും സഹോദരന്മാരും ഒപ്പം അവന്റെ നാട്ടിലെ പ്രമുഖരുമായിരുന്നു. നീ ഇവരെങ്ങനെ? രാഹുൽ വിക്കി. സിദ്ധാർത്ഥ മേനോന്റെ ചൂണ്ടയിൽ നീ കൃത്യമായി കൊത്തി രാഹുൽ. സിദ്ധാർത്ഥ് പതിയെ മുന്നോട്ട് നടന്ന് പറഞ്ഞു. അവൻ തന്നെ ഫോൺ എടുത്തൊരു ഓഡിയോ പ്ലേ ചെയ്തു. എനിക്ക് കുറച്ച് പണം വേണം മയൂരി, ഒരു 5 കോടി രൂപ. തന്നില്ലെങ്കിൽ നിന്റെ ഫോട്ടോകൾ ഞാൻ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിലിടും. രാഹുലിന്റെ സ്വന്തം ശബ്ദം മുഴങ്ങി കേട്ടു. സ്കൂൾ ഗേറ്റിന് മുമ്പിൽ വെച്ച് അമൽ തന്റെ ഫോണിൽ പകർത്തിയ വീഡിയോയും ഓഡിയോയുമായിരുന്നത്. പെൺകുട്ടിയുടെ അച്ഛൻ ദേഷ്യത്തോടെ മുന്നോട്ട് വന്ന് രാഹുലിന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. ആ പരനാറി, പണത്തിന് വേണ്ടി സ്വന്തം കല്യാണപ്പന്തലിൽ നിന്ന് ഒളിച്ചോടിയ വഞ്ചകനാണ് നീ എന്ന് ഈ സാറ് മനസ്സിലാക്കി തന്നില്ലായിരുന്നെങ്കിൽ എന്റെ മകളുടെ ജീവിതം തകർന്നേനെ. അവർ രാഹുലിനെ തള്ളി നിലത്തേക്ക് ഇട്ടു. നിലത്ത് വീണ രാഹുൽ പെട്ടെന്ന് പോക്കലിൽ നിന്ന് ഒരു ചെറിയ കത്തി പുറത്തെടുത്തു. അവൻ ദേഷ്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ച പോലെ സിദ്ധാർത്ഥ നേരെ പാഞ്ഞു വന്നു. എല്ലാം നശിപ്പിച്ചത് നീയാടാ സർ, സൂക്ഷിച്ച്. ബോഡിഗാർഡ് വിക്രം മുന്നോട്ടാഞ്ഞെങ്കിലും സിദ്ധാർത്ഥ കൈകൊണ്ട് അവനെ തടഞ്ഞു. രാഹുലിന്റെ കത്തി പതിഞ്ഞ കൈ സിദ്ധാർത്ഥിന് നെഞ്ചിന് നേരെ വന്ന നിമിഷം സിദ്ധാർത്ഥ അവിശ്വസനീയമായ വേഗതയോടെ ഒഴിഞ്ഞു മാറി. അടുത്ത സെക്കൻഡിൽ രാഹുലിന്റെ കത്തി പിടിച്ച കൈത്തണ്ടിയിൽ സിദ്ധാർത്ഥിന്റെ ഇടത് കൈ മുറുകി. ഒരു ഇരുമ്പഴിയേക്കാൾ ശക്തമായിരുന്നു ആ പിടി. സിദ്ധാർത്ഥ അവന്റെ കൈ ഒടിച്ച പോലെ തിരിച്ചു. വേദന കൊണ്ട് രാഹുൽ അലറിയപ്പോൾ കത്തി താഴെ വീണു. സിദ്ധാർത്ഥിന്റെ വലത് കൈ കൊണ്ടുള്ള ശക്തമായൊരു പഞ്ച് രാഹുലിന്റെ മുഖത്ത് പതിച്ചു. അവൻ തെറിച്ചു പോയൊരു സിമന്റ് തുള്ളിൽ ഇടിച്ചു വീണു. അവന്റെ ചുണ്ടിൽ നിന്നും ചോര ഒലിച്ചിറങ്ങി. സിദ്ധാർത്ഥന്റെ കോട്ടിന്റെ ബട്ടൺ അഴിച്ചു മാറ്റി രാഹുലിന്റെ അരികിലേക്ക് നടന്നു നിന്നു. അവന്റെ മുള്ളിൽ കുത്തിപ്പിടിച്ച് മുഖമുയർത്തി തികച്ചും കനത്ത ശബ്ദത്തിൽ പറഞ്ഞു, അന്ന് ആ കല്യാണ പന്തൽ വെച്ച് എന്റെ മയൂരിയുടെ കണ്ണിൽ നിന്ന് വീണ ഓരോ തുള്ളി കണ്ണുനീരിനുള്ള വിലയായത്. സ്ത്രീകളുടെ അന്തസ് വെച്ച് കളിക്കാൻ നോക്കുന്ന നിന്നെപ്പുള്ള പുഴുക്കൾക്ക് സിദ്ധാർത്ഥ മേനോൻ കൊടുക്കുന്ന മറുപടി. പെട്ടെന്ന് അങ്ങോട്ടേക്ക് സൈറൺ മുഴക്കിക്കൊണ്ട് 2 പോലീസ് ജീപ്പുകൾ പാഞ്ഞു വന്നു. വിജീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമായിരുന്നത്. ഒപ്പം ചില പ്രമുഖ മാധ്യമ പ്രവർത്തകരും ക്യാമറകളുമായി വന്നിറങ്ങി. വിജീഷ് രാഹുലിന്റെ കോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്യാമറ ലൈറ്റുകൾ രാഹുലിന്റെ മുഖത്തേക്ക് പതിച്ചുകൊണ്ടിരുന്നു. ബ്ലാക്ക് മെയിലിംഗ്, സ്ത്രീകളെ അപമാനിക്കൽ, സാമ്പത്തിക തട്ടിപ്പ് എന്നീ കുറ്റങ്ങൾ ചുമത്തി വിജീഷ് അവനെ ലോക്കപ്പിലേക്ക് കയറ്റി. നാട്ടുകാരുടെയും പുതിയ പെൺകുട്ടിയുടെ വീട്ടുകാരുടെയും ശാപവാക്കൾക്കും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കും മുമ്പിൽ തലയുയർത്താൻ കഴിയാതെ രാഹുൽ പോലീസ് ജീപ്പിനുള്ളിൽ ഒതുങ്ങി. അവൻ മയൂരിയെ തകർക്കാനുണ്ടാക്കിയ കെണിയിൽ അവൻ തന്നെ കുരുങ്ങി. തിരികെ വീട്ടിലെത്തിയ സിദ്ധാർത്ഥിനെ കാത്ത് ഹാളിൽ തന്നെ മയൂരി അമ്മയും അമലും ഉണ്ടായിരുന്നു. ടിവിയിലെ വാർത്തകളിൽ രാഹുലിന്റെ അറസ്റ്റും അവന്റെ വഞ്ചനകളും തത്സമയം കാണിച്ചുകൊണ്ടിരുന്നു. വാർത്ത കണ്ട് മയൂരിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ അത് ഭയം കൊണ്ടായിരുന്നില്ല. തനിക്ക് ലഭിച്ച വലിയ സുരക്ഷിതത്വവും നീതിയും ഓർത്തായിരുന്നു. സിദ്ധാർത്ഥ അകത്തേക്ക് വന്നതും അമൽ ഓടിച്ചെന്നവന്റെ കൈകൾ പിടിച്ചു. ചേട്ടാ മാസ. സിദ്ധാർത്ഥ ഒന്ന് പുഞ്ചിരിച്ച് നേരെ മയൂരിയുടെ അരിയിലേക്ക് നടന്നു. ആൾ വിറക്കുന്ന സ്വരത്തിൽ ചോദിച്ചു, സിദ്ധുവിന് എന്തെങ്കിലും പറ്റിയോ? സിദ്ധാർത്ഥ് മറുപടി പറയാതെ അവൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കെട്ടിപ്പിടിച്ചു. ആ നെഞ്ചിന്റെ ചൂടിൽ മയൂരി തന്റെ സർവ്വ സങ്കടങ്ങളും മറന്നു. അമലും അമ്മയും സന്തോഷത്തോടെ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. മയൂരിയുടെ ജീവിതത്തിലെ കാർമേഘങ്ങൾ ഒഴിഞ്ഞു. ഇനി അവിടെ പ്രണയത്തിന്റെ വസന്തം മാത്രമായിരിക്കും.